മാർക്കറ്റിൽ ഒരുപാട് മോയ്സ്ചറൈസറുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഒരു 40-50 വയസ്സിന് ശേഷം ഏത് മോയ്സ്ചറൈസറാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെ ഘടകങ്ങൾ ഉള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പല സ്ത്രീകൾക്കും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണമെന്നില്ല. ചില ബോട്ടിലുകളിൽ ആൻറ്റി ഏജിങ് എന്നുണ്ടാകും, ചിലതിൽ ഗ്ലോയിങ് മോയ്സ്ചറൈസർ എന്ന് കാണും, ചിലതിൽ ഹൈഡ്രേറ്റിംഗ് എന്ന് കാണും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാകും അല്ലേ? അപ്പോൾ ഇനി മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട. 50കൾക്ക് ശേഷം ഏത് മോയ്സ്ചറൈസറാണ് ചൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാവണം എന്നതിനെക്കുറിച്ചുമുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏത് മോയ്സ്ചറൈസറാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടുള്ളതാണ് വീഡിയോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഈ മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ എന്നത് ബേസിക്കലി നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റായും സ്മൂത്തായും ഹൈഡ്രേറ്റഡായും വെക്കാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുറയുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ മുഖം വലിഞ്ഞു തൂങ്ങും, ഡ്രൈ ആയി തുടങ്ങും, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നമ്മുടെ മുഖത്തെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ നൽകി അത് ഹെൽത്തിയായും ഗ്ലോയിങ് ആയും നിലനിർത്തുന്നു. റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ബാരിയർ സ്ട്രോങ് ആക്കുകയും ഏജിങ് സൈൻസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു 40-50 വയസ്സിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ സെറാമൈഡ്സ് അടങ്ങിയ, പെപ്റ്റൈഡ്സ് അടങ്ങിയ, ഹൈലറോണിക് ആസിഡ് അടങ്ങിയ, ഗ്ലിസറിൻ അടങ്ങിയ മോയ്സ്ചറൈസറുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നമ്മൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ ആണല്ലോ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഏജിങ് സൈൻസിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസറുകൾ തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അവിടെ ഒരുപാട് മോയ്സ്ചറൈസറുകൾ, അതിൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒന്ന് തിരഞ്ഞെടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ആ പാക്കറ്റിൻ്റെ പുറത്ത് കാണും ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു മോയ്സ്ചറൈസർ വാങ്ങുന്നതിന് മുൻപ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പ്രധാനമായും 5 സ്കിൻ ടൈപ്പുകളാണ് ഉള്ളത്. ഒന്ന് ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഇങ്ങനെ 5 സ്കിൻ ടൈപ്പുകളാണ് ഉള്ളത്. ഇനി നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ, ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മുഖം കഴുകി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മുഖം വലിഞ്ഞു മുറുകുന്നത് പോലെ, വളരെയധികം ഡ്രൈ ആവുന്നത് പോലെ ഫീൽ ചെയ്യും. ഒന്ന് പോറിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വരകൾ വീഴും. പെട്ടെന്ന് ഏജിങ് സൈൻസ് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു കെയറിങ് ഡ്രൈ സ്കിന്നുകാർക്ക് ആവശ്യമാണ്. വളരെ ഹാർഷായിട്ടുള്ള ഫേസ് വാഷസ്, അതേപോലെ തന്നെ കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ള ഫേസ് വാഷസ് ഒന്നും ഈ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യാൻ പാടില്ല. വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുക. ഇനി ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്ന തിക്കായിട്ടുള്ള ക്രീമി മോയ്സ്ചറൈസറുകൾ വേണം ഡ്രൈ സ്കിന്നുള്ള ആളുകൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ അതിലുണ്ടായിരിക്കേണ്ട ഇൻഗ്രീഡിയൻസ് സെറാമൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ, ഇവയിൽ ഏതെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് മിനിമലിസ്റ്റിൻ്റെ മറൂള ഓയിൽ മോയ്സ്ചറൈസർ. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മറൂള ഓയിൽ, അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ്, ഷിയ ബട്ടർ, ഗ്ലിസറിൻ എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് അവരുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുമായിട്ടൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഒരു 50+ ഒരു മെച്യൂർ സ്കിന്നിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്നാണ് ഡെർമാക്കോയുടെ സെറാമൈഡ് ഇൻറ്റൻസ് ഡെയിലി മോയ്സ്ചറൈസർ. ഇതിലും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് സെറാമൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, ഷിയ ബട്ടർ, ഗ്ലിസറിൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40-50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്
ആണിത്. ഇത് നമ്മുടെ മുഖത്തെ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ യൂസ് ചെയ്യേണ്ട അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസറുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി യാതൊരു കൺഫ്യൂഷൻസും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ ഏത് മോയ്സ്ചറൈസറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ. അപ്പോൾ ഇതാണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ടൈപ്പിലുള്ള മോയ്സ്ചറൈസറുകളാവണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. ഇനി എന്താണ് ഈ ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ സെബേഷ്യസ് ഗ്ലാൻഡ്സ്, അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ സെബം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു എണ്ണമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീ സോൺ ഏരിയ എന്ന് പറയുന്നത് നെറ്റി, മൂക്ക്, താടി ഈ ഭാഗങ്ങളിൽ എണ്ണമയം വളരെയധികം കൂടുതലായിരിക്കും. ഈ ഓയിലി സ്കിന്നുള്ളവരുടെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഈ പ്രായമാകുന്നതിൻ്റെ അടയാളങ്ങൾ ഇവർക്ക് വളരെ പതുക്കെ ആയിരിക്കും വരുന്നത്. ഡ്രൈ സ്കിന്നുള്ള ആളുകളെ പോലെ വളരെ പെട്ടെന്ന് മുഖം പ്രായത്തിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങുകയില്ല. അപ്പോൾ ഇതാണ് ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, ഓയിൽ ഫ്രീ ആയിട്ടുള്ള, ജെൽ ബേസ്ഡ് ആയിട്ടുള്ള, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകളാവണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ ഡെർമാക്കോയുടെ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ വളരെയധികം നല്ലതാണ്. ഇതിൽ സെറാമൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, പെൻഡാവീറ്റിൻ, ഗ്ലിസറിൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, ജെൽ ബേസ്ഡ് ഫോർമുലയാണ്. ഓയിലി സ്കിൻകാർക്ക് ഓയിൽ കൂടാതെ ഡീപ്പ് ഹൈഡ്രേഷൻ കൂടി നൽകുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഒന്ന് മിനിമലിസ്റ്റിന്റെ B5 10% മോയ്സ്ചറൈസറാണ്. ഇതും ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഡീപ്പ് ഹൈഡ്രേഷൻ നൽകുന്നതാണ്, പക്ഷേ ഗ്രീസി ഫീൽ ഉണ്ടാവുകയില്ല. ജെൽ ബേസ്ഡ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ മുഖത്ത് പുരട്ടുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. സ്റ്റിക്കി ഫീലിംഗും ഉണ്ടാവുകയില്ല. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡേയും നൈറ്റും യൂസ് ചെയ്യണം. ഡേ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് വളരെയധികം നല്ലൊരു മോയ്സ്ചറൈസറാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഓയിലി ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് വളരെയധികം നല്ലതാണ്. ഇതിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ്, നയാസിനിമേഡ്, ഹൈലറോണിക് ആസിഡ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങളുടേത് ഒരു കോമ്പിനേഷൻ സ്കിന്ന് ആണ് എന്നുണ്ടെങ്കിൽ, കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽനെസ്സും ഡ്രൈനെസ്സും ഒരുമിച്ചുള്ള ഒരു സ്കിൻ ടൈപ്പാണിത്. ഈ സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്ക് ടീ സോൺ ഏരിയ, അതായത് നെറ്റി, മൂക്ക്, താടി ഈ ഭാഗങ്ങളിൽ ഓയിൽ കൂടുതലായിരിക്കും. എന്നാൽ ചീക്സ്, ജോ ഏരിയ ഈ ഭാഗങ്ങളിൽ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. അതായത് മുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ ഓയിൽ കൂടുതലുള്ളതും മറ്റ് ചില ഭാഗങ്ങൾ ഡ്രൈയുമാണെങ്കിൽ നിങ്ങളുടേത് കോമ്പിനേഷൻ സ്കിന്നാണെന്ന് പറയാം. അങ്ങനെയുള്ളവർ ലൈറ്റ് വെയ്റ്റ് ആയ, ജെൽ ബേസ്ഡ് ആയ, ഓയിൽ ഫ്രീ ആയ, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകളാവണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് മിനിമലിസ്റ്റിൻ്റെ 0.3% സെറാമൈഡ് മോയ്സ്ചറൈസർ. ഇത് ക്രീമിയാണ്, സ്മൂത്ത് ടെക്സ്ചറാണ്. ഇത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുകയും ഡ്രൈനെസ്സും ഇറിറ്റേഷൻസും റിങ്കിൾസും ഡൾനെസ്സും ഒക്കെ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തത് സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇറിറ്റേഷൻസ് ഉണ്ടാവുന്ന ഒരു സ്കിൻ ടൈപ്പാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. ചില ക്രീം അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ മുഖം ചൂടായി തോന്നും, ചുവപ്പാകും, കുരു അത്തരത്തിലുള്ളതൊക്കെ സംഭവിക്കാം സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക്. സോ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ക്രീമുകൾ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക. ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഡെർമാക്കോയുടെ സെറാമൈഡ് മോയ്സ്ചറൈസർ വളരെയധികം നല്ലതാണ്. സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ടും നല്ല ഹൈഡ്രേഷൻ തരാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി അടുത്തൊരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നോർമൽ സ്കിന്നാണ്. ഇത് അധികം ഓയിലിയോ അധികം ഡ്രൈയോ അല്ലാത്ത ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ തരത്തിൽ നോർമൽ സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്ക് ഡെർമാക്കോയുടെ 5% നയാസെറമൈഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു മോയ്സ്ചറൈസർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്തരം ഘടകങ്ങളൊക്കെ ഉള്ള മോയ്സ്ചറൈസറുകളാണ് പ്രത്യേകിച്ച് ഒരു 40-50 വയസ്സിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാനായിട്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇനി ഒരു മോയ്സ്ചറൈസർ വാങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വാങ്ങി ഉപയോഗിക്കാനും പാടില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത് മാത്രം നിങ്ങളിനി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.